എല്ലാവർക്കും ജോബിൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയാണ്. സോ ടെൻസിന്റെ പാർട്ട് 5 വീഡിയോ ആണിത്. ബാക്കി 4 പാർട്ടിന്റെയും വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സുകൾ കാണാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലെ മൂന്നാമത്തെ ഡിവിഷനായ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉള്ള ഒരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നാണ്. അതിനു മുന്നേ നമുക്കറിയാം എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ഓക്സിലറി വെർബ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ഓക്സിലറി വെർബ്? ഹാസ് ഓർ ഹാവ്. ഹാസ് ഓർ ഹാവ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ഓക്സിലറി വെർബ്. ഇതിൽ ഏതാണ് സിംഗുലർ ഏതാണ് പ്ലൂറൽ എന്നും നമുക്കറിയാം. അവസാനം എസ് ഉള്ളത് സിംഗുലർ ആണ്, അവസാനം എസ് ഇല്ലാത്തത് പ്ലൂറൽ. സോ ഹാസ് എന്താണ്? സിംഗുലർ ആണ്. ദെൻ ഹാവ് എന്താണ്? പ്ലൂറൽ ആണ്. അതായത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസും, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ്. എന്താണ്? നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ അത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കും. കാരണം എന്താണ്? ഇത് സിംഗുലർ ആണ്, ഇത് പ്ലൂറൽ ആണ്. സോ നമ്മൾ അതിനനുസരിച്ച് എഴുതേണ്ടതുണ്ട്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതുന്ന ഒരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ എഴുതുമ്പോൾ ആദ്യം എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും. ദെൻ അവസാനം എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? നമുക്ക് അടുത്തൊരു കാര്യം അറിയാം. സബ്ജക്റ്റിന് ശേഷം നമ്മൾ എല്ലായ്പ്പോഴും ചേർക്കുന്നത് എന്താണ്? ഓക്സിലറി വെർബാണ്. സോ ഇവിടെ നമ്മൾ അടുത്ത് എന്ത് ചേർക്കും? ഓക്സിലറി വെർബ്. അതായത് ആ ടെൻസിന്റെ ഓക്സിലറി വെർബാണ് നമ്മൾ ചേർക്കാനുള്ളത്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ഓക്സിലറി വെർബ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ഓക്സിലറി വെർബ്? ഹാസ് ഓർ ഹാവ്. സോ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ദെൻ ഇവിടെ നമ്മൾ ഒരു വെർബ് ചേർക്കണം. നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ റൂട്ട് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചു, അതായത് V1 ഫോം ഉപയോഗിച്ചു. ദെൻ കണ്ടിന്യൂസിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ING ഫോം ഓഫ് ദ വെർബ് അല്ലേ? വെർബിന് ശേഷം ING ചേർത്ത് എഴുതുക. അതാണ് നമ്മൾ ING ഫോമിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത് എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ ഫോം V3 ഫോം അല്ലെങ്കിൽ PPV ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ്? നമ്മൾ ഒരു സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് V3 ഫോം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ടേക്ക് എന്ന വെർബിന്റെ 3 ഫോം നമുക്കറിയാം. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഇവിടെ എന്താണ് V3 ഫോം? ടേക്കൺ ആണ് V3 ഫോം. സോ ഇത്തരത്തിലുള്ള V3 ഫോംസ് ആണ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ആണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിന് വെർബിന്റെ അവിടെ ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ സെന്റൻസസിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ആദ്യം നമുക്ക് സിംഗുലർ നോണിൽ വെച്ച് തന്നെ തുടങ്ങാം. എന്തായാലും നമുക്ക് ഇവിടെ പ്രോനൗൺ തന്നെ ഉപയോഗിക്കാം. പ്രോനൗൺ നമുക്കറിയാം 7 പ്രോനൗൺ. ഏതൊക്കെയാണ്? I, we, you, he, she, it. ഓക്കെ, നമ്മൾ ആദ്യം ഹി ഉപയോഗിക്കാം. നമുക്ക് സബ്ജക്റ്റിന്റെ അവിടെ ഹി, അതായത് ഹി എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹി ആദ്യം സബ്ജക്റ്റ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ട ഓക്സിലറി വെർബ് ഏതാണ്? ഹി സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ട ഓക്സിലറി വെർബ് എന്തായിരിക്കണം? സിംഗുലർ. സോ ഇതിൽ സിംഗുലർ ഏതാണ്? ഹാസ് ആണ്. കാരണം അവസാനം എസ് ഉള്ളതാണ് സിംഗുലർ. അവിടെ എഴുതിയിട്ടുണ്ട് ഹാസ് ആണ് സിംഗുലർ. സോ ഹി ഹാസ്. നമുക്ക് വെർബ് അത് തന്നെ എടുക്കാം. PP3 ഹി ഹാസ് ടേക്കൺ. ഒബ്ജക്റ്റ് ആയിട്ട് നമുക്കൊരു എ ബുക്ക് എന്ന് കൊടുക്കാം. സോ ഇങ്ങനെയായിരിക്കും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ. ഹി ഹാസ് ടേക്കൺ എ ബുക്ക്. ഇത് എന്തൊരു എക്സാമ്പിൾ ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതിയ ഒരു സെന്റൻസിന് എക്സാമ്പിൾ ആണ്. അനദർ എക്സാമ്പിൾ നമുക്കൊരു ഷീ ആയിട്ട് കൊടുക്കാം. ഷീക്ക് നമ്മൾ ഇവിടെ എന്താണ് എടുക്കുക? ഷീ സിംഗുലർ ആണ് അല്ലെ? ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒരൊറ്റ ആളെ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഏതെടുക്കും? ഇതിൽ സിംഗുലർ എടുക്കും. ഹാസ് ആണ് ഇവിടെ സിംഗുലർ. ഷീ ഹാസ്. ദെൻ ഡ്രോ. ഡ്രോ എന്നൊരു വെർബ് എടുക്കാം നമുക്ക്. ഡ്രോ, ഡ്രോ, ഡ്രൂ, ഡ്രോൺ. ഇതാണ് അതിന്റെ 3 ഫോം. ഇങ്ങനെ ഒത്തിരി വെർബിന്റെ V1 ഫോം, V2 ഫോം, V3 ഫോം ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ടതുണ്ട്. കാരണം എഡിറ്റിങ്ങിനൊക്കെ നമ്മൾ ധാരാളം ഇത് ഉപയോഗിക്കും. സോ ഒരു ഉദ്ദേശം ഒരു 70 വെർബിന്റെ V1 ഫോം, V2 ഫോം, V3 ഫോം എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു PDF ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അത് നോക്കി പഠിക്കുക. എന്തായാലും അത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇവിടെ ഡ്രോ, ഡ്രോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? ഡ്രോൺ. സോ ഇവിടെ നമ്മൾ ഷീ ഹാസ് ഡ്രോൺ.
ദെൻ ഇവിടെ എ പിക്ചർ ആണ് നമുക്ക് കൊടുക്കാം. സോ എന്താണ് സെന്റൻസ്? ഷീ ഹാസ് ഡ്രോൺ എ പിക്ചർ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് V3 ഫോം അറിഞ്ഞിരിക്കണം. അത് മാത്രമേ ഇവിടെ പുതുതായിട്ടുള്ളൂ, വേറെ ഒന്നും പുതുതായിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ ഈ ആശയങ്ങളൊക്കെ പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്സിലറി വെർബ് പഠിച്ചപ്പോൾ V3 ഫോം അറിഞ്ഞിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇതും നമ്മൾ വെർബിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. കുറച്ചധികം വെർബിന്റെ V1 ഫോം, V2 ഫോം, V3 ഫോം എന്നിവയൊക്കെ നമ്മൾ അപ്പോഴും ചർച്ച ചെയ്തു. കൂടുതൽ വേണമെന്നുള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സിംഗുലർ ആണ് എടുത്തത് അല്ലെ? ഹീ സിംഗുലർ ആണ്, ഷീ സിംഗുലർ ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പ്ലൂറൽ എടുക്കാം. വി, നമ്മൾ, ഒരാളിൽ കൂടുതലുണ്ട്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്. സോ വി. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലൂറൽ എടുക്കണം. ഹാസ് സിംഗുലർ ആണ്, അത് എടുക്കാൻ പറ്റത്തില്ല. അവിടെ എന്താണ് പ്ലൂറൽ? ഹാവ്. സോ വി ഹാവ്. ദെൻ അടുത്ത് എന്താണ്? നമുക്ക് പ്ലേ. പ്ലേ എന്ന് കൊടുക്കാം. പ്ലേയുടെ അറിയാം നിങ്ങൾക്ക്. പ്ലേ അതിന്റെ V2 ഫോമും V3 ഫോമും പ്ലേഡ് തന്നെയാണ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. സോ വി ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് കൊടുക്കും. സോ വി ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ഇതാണ് അടുത്ത സെന്റൻസ്. സോ ഇവിടെ ഞാൻ എന്താണ് വ്യത്യാസം വരുത്തിയത്? സബ്ജക്റ്റ് മാറ്റി, അതായത് ഒരു പ്ലൂറൽ നൗൺ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ചേഞ്ച് വന്നത് എന്തിനാണ്? ഓക്സിലറി വെർബിന് ചേഞ്ച് വന്നു. ഹാസിന് പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹാവ് ഉപയോഗിച്ചു. കാരണം ഹാവ് ആണ് അവിടെ പ്ലൂറൽ. ഒരു പ്ലൂറൽ എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഐക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഐ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ, ഞാൻ, അത് ഒറ്റ ആളാണ്. പക്ഷെ നമ്മൾ എന്താണ് സെന്റൻസ് ഒക്കെ എഴുതുമ്പോൾ ഐനെ കൺസിഡർ ചെയ്യുന്നത് പ്ലൂറൽ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓർമ്മയില്ലേ? നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ ഡു ആണ് ഐക്ക് ഉപയോഗിച്ചത്, ഡസ് അല്ല ഉപയോഗിച്ചത്. സോ ഐ ഹാവ് ഈറ്റൺ. ഈറ്റിന്റെ ഫോം ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. അതുകൊണ്ടാണ് അത് എഴുതിയത്. കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള വെർബുകളുടെ ആ ഒരു PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഐ ഹാവ് ഈറ്റൺ ആൻ ഓറഞ്ച് എന്ന് കൊടുക്കാം. ആൻ ഓറഞ്ച്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ നമുക്കിവിടെ സബ്ജക്റ്റ് ആയിട്ട് പ്രോനൗൺ മാത്രമല്ല നൗണും ഉപയോഗിക്കാം. ഇപ്പൊ സപ്പോസ് എന്റെ പേര് ഞാൻ എടുക്കുന്നു. എന്താണ് എന്റെ പേര്? ജോബിൻ. ജോബിൻ എന്ന പേര് ഞാൻ സെലക്ട് ചെയ്തു. സോ ജോബിൻ എന്താണ്? ഇത് സിംഗുലർ നൗൺ ആണ്, ഒരൊറ്റ ആളേ ഉള്ളൂ, ജോബിൻ, ഞാൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കും? ഹാസ് എടുക്കും. കാരണം ഇത് സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെയും സിംഗുലർ എടുക്കണം. ഹാസ് ആണ് ഇവിടെ സിംഗുലർ. സോ ജോബിൻ ഹാസ് ബ്രേക്ക്. ബ്രേക്കിന്റെ നിങ്ങൾക്ക് അറിയാം, ബ്രേക്ക് അതായത് പൊട്ടിക്കുക. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ഇതാണ് അതിന്റെ V3 ഫോം. ബ്രോക്കൺ ആണ് അതിന്റെ V3 ഫോം. സോ ജോബിൻ ഹാസ് ബ്രോക്കൺ എ പ്ലേറ്റ് എന്ന് നമുക്ക് കൊടുക്കാം. സോ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ഏതൊരു സെന്റൻസും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് 4 പ്രോനൗണുകളായിരുന്നു, ഇത് നൗൺ ആയിരുന്നു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്ലൂറൽ നൗൺ എഴുതി നോക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിടുന്നു. നെക്സ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള നെക്സ്റ്റ് കൺസെപ്റ്റ്. നമ്മൾ ആദ്യം സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തു. ദെൻ അടുത്ത് എന്താണ് എഴുതിയത്? ആ സെന്റൻസിന്റെ എല്ലാം നെഗറ്റീവ് എഴുതി അല്ലെ? പ്രസന്റ് സിമ്പിളിന് നെഗറ്റീവ് എഴുതി, പ്രസന്റ് കണ്ടിന്യൂസിന് നെഗറ്റീവ് എഴുതി. അതേപോലെ തന്നെ നമുക്കിനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതിയ സെന്റൻസിന്റെ നെഗറ്റീവ് എഴുതണം. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. എന്തായിരുന്നു പ്രൊസീജിയർ? അതെ, ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ആ സെന്റൻസിന്റെ നെഗേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. എന്താണ് ചെയ്തത്? ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുത്തു. ഇവിടെയും അതേ മെത്തേഡ് തന്നെയാണ് പ്രസന്റ് കണ്ടിന്യൂസിൽ ചെയ്തതുപോലെ തന്നെ. അവിടെ നമ്മൾ ഈസ് ആർ ആമിന് ശേഷം നോട്ട് കൊടുത്തു. ഇവിടെ എന്താണ്? ഹാസ് ഹാവിന് ശേഷം നോട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 5 സെന്റൻസിന്റെ നെഗറ്റീവ് നമുക്ക് എഴുതാം. ഹി ഹാസ് ടേക്കൺ എ ബുക്ക്. എന്താണ് ഇതിന്റെ നെഗറ്റീവ്? ആ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുക്കുക. ഇവിടെ ഓക്സിലറി വെർബ് ഹാസ് ഹാവ്, ഇവിടെ ഹാസ്. സോ ഹാസിന് ശേഷം നോട്ട് കൊടുക്കുക. ഹാസ് നോട്ട്, ഹാസ് പ്ലസ് നോട്ട്. അതിന് നമുക്ക് ഷോർട്ട് ഫോമിന് ഇങ്ങനെ എഴുതാം, ഹാസിന്റെ എന്ന് എഴുതാം. ഓക്കെ, ഹാസ് പ്ലസ് നോട്ടിനെ നമുക്ക് ഷോർട്ട് ഫോമിന് ഹാസിന്റെ എന്ന് എഴുതാം. സോ he hasn't taken a book. അങ്ങനെയാണെങ്കിൽ ഇതും അതേപോലെ തന്നെയാണ്. hasn't, she hasn't drawn a picture. ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുക്കുക, അതായത് ഹാസിന് ശേഷം നോട്ട് കൊടുക്കുക. അടുത്ത we have played cricket. അതിന്റെ നെഗറ്റീവ് എങ്ങനെ വരും? ഹാവിന് ശേഷം നോട്ട് കൊടുക്കുക. ഹാവ് പ്ലസ് നോട്ട്. അത് എങ്ങനെയാണ് വരിക? ഹാവിന്റെ എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ we haven't played cricket എന്ന് വരും. അതാണ് ഈ സെന്റൻസിന്റെ നെഗറ്റീവ്. ഇവിടെ അതേപോലെ തന്നെയാണ് I haven't eaten an apple. ഇവിടെ എന്ത് വരും? ഹാസിന്റെ കൂടെ നോട്ട് ചേർക്കുക. അതെന്താണ്? ഹാസിന്റെ. ജോബിൻ ഹാസിന്റ് ബ്രോക്കൺ എ പ്ലേറ്റ്. സോ ഇങ്ങനെ ഈസി ആയിട്ട് നെഗറ്റീവും എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്
ഒരു സെന്റൻസ്, അതായത് പ്രസന്റ് പെർഫെക്റ്റിൽ ഒരു സെന്റൻസ് തന്നിരുന്നാൽ അതിന്റെ ഇൻട്രോഗേറ്റീവ് എങ്ങനെ എഴുതാം, അതായത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് ആ സെന്റൻസിനെ എങ്ങനെ മാറ്റാം എന്നാണ്. അതും വളരെ ഈസി തന്നെയാണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ചില സെന്റൻസസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ സെന്റൻസിന്റെ എന്താണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് ആണ് ഇനി എഴുതാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് എഴുതിയത്? ഓക്സിലറി വെർബ് ആദ്യം ചേർത്തിട്ട് ബാക്കി സെന്റൻസ് അതേപോലെ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സെന്റൻസിന്റെ ഇൻട്രോഗേറ്റീവ് എഴുതണം. എന്താണ് പ്രൊസീജിയർ? അവിടുത്തെ ഓക്സിലറി വെർബ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്? ഹാവ്. അത് ആദ്യം കൊടുക്കുക, ഹാവ്. ബാക്കിയുള്ളതെല്ലാം അതേപോലെ എഴുതുക. ഹാവ് യു സോഡ് ദ സീഡ്സ്. ഇത് സോ എന്ന വെർബിന്റെ V3 ഫോം ആണ്. ഓക്കെ, ഹാവ് യു സോഡ് ദ സീഡ്സ്. എന്നിട്ട് അവസാനം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെന്ത് ക്വസ്റ്റ്യൻ ആണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? ഓക്സിലറി വെർബിൽ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരം ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. സോ ഹാവ് യു സോഡ് ദ സീഡ്സ്. ഇങ്ങനെ ഈസിയാണ് ഒരു സെന്റൻസിന്റെ ഇൻട്രോഗേറ്റീവ് എഴുതാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യുക, ഹാസ്. അത് ആദ്യം എഴുതുക. ബാക്കിയുള്ള സെന്റൻസ് അതേ ഓർഡറിൽ അതേപോലെ എഴുതുക. ഹാസ് ഇറ്റ് കിൽഡ് ആൻ അനിമൽ. ദെൻ ഫൈനലി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ നെക്സ്റ്റ് വൺ, ഷീ ഹാസ് കുക്ക്ഡ് ദ ഫുഡ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? സിമ്പിൾ, ഹാസ്. അത് ആദ്യം എഴുതുക. ബാക്കിയെല്ലാം അതേ ഓർഡറിൽ എഴുതുക. ഹാസ് ഷീ കുക്ക്ഡ് ഫുഡ്. ദെൻ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. കഴിഞ്ഞില്ലേ പരിപാടി? ഇത്രയേ ഉള്ളൂ. ദെൻ അടുത്തൊരു എന്താണ്? ഒരു നൗൺ ആണ് വന്നിരിക്കുന്നത്. എന്ത് നൗൺ ആണ്? പ്ലൂറൽ നൗൺ ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? ഒരു എസ് ഉണ്ട്, ദ ബ്രദേഴ്സ് അല്ലേ? അപ്പൊ അത് പ്ലൂറൽ ആണ്. ദ ബ്രദേഴ്സ് ഹാവ് ത്രോൺ എ ബോൾ. എന്താണ്? സിമ്പിൾ. ഇവിടത്തെ ഓക്സിലറി വെർബ് ഹാവ്. ഹാവ്. ദെൻ ബാക്കിയുള്ളത് അതേപോലെ. ഹാവ് ദ ബ്രദേഴ്സ് ത്രോൺ എ ബോൾ. ദെൻ ഫൈനലി എന്താണ്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഇത്രയുള്ള പ്രൊസീജിയർ. ഒരു സെന്റൻസ് തന്നിരുന്നാൽ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് തന്നിരുന്നാൽ അതിന്റെ ഇൻട്രോഗേറ്റീവ് എങ്ങനെ എഴുതാം? അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യുക. അത് ആദ്യം എഴുതുക. ബാക്കിയെല്ലാം അതേ ഓർഡറിൽ എഴുതുക. അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുക്കുക. ഇതാണ് ഇൻട്രോഗേറ്റീവ്. ഇതിന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്. എന്താണ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്? ഇൻട്രോഗേറ്റീവ് എഴുതിയിട്ട് അതിന്റെ നെഗേഷൻ എഴുതുക. എന്താണ്? ഇൻട്രോഗേറ്റീവ് എഴുതിയിട്ട് അതിന്റെ നെഗേഷൻ എഴുതുക. അതും വളരെ സിമ്പിൾ ആണ്. ഇൻട്രോഗേറ്റീവ് എഴുതിയിട്ട് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതുന്നതാണ് എളുപ്പം. അതായത് ഒരു സെന്റൻസ് തന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ ചോദിച്ചു എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ആ സെന്റൻസിന്റെ ഇൻട്രോഗേറ്റീവ് എഴുതുക. എങ്ങനെ എഴുതുക? ആദ്യം ഓക്സിലറി വെർബ്, ബാക്കിയുള്ള പാർട്ട് അത്രയും അതേപോലെ എഴുതുക. അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതിനുശേഷം നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതുന്നതാണ് ബെറ്റർ. ഇല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതുന്നത്? ഇൻട്രോഗേറ്റീവ് എഴുതിയിട്ട് ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുക്കുക അല്ലെ? ഇൻട്രോഗേറ്റീവ് എഴുതുക. ഈ സെന്റൻസിന്റെ ഇൻട്രോഗേറ്റീവ് എഴുതി. നമ്മൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചോ, ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, യു ഹാവ് സോൾഡ് ദ സീഡ്സ്. ഈ സെന്റൻസിന്റെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതുക. എങ്ങനെ എഴുതും? നമ്മൾ ആദ്യം ഇൻട്രോഗേറ്റീവ് എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വരും? ഓക്സിലറി വെർബ് വരും. അതിനുശേഷം ഒരു നോട്ട് ചേർക്കുക. അത്രയുള്ള പരിപാടി. ഹാവിന്റ് യു സോൾഡ് ദ സീഡ്സ്. ഇതാണ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഹാസ് ഇറ്റ് കിൽഡ് ആൻ അനിമൽ. ഈ സെന്റൻസിന്റെ ഇൻട്രോഗേറ്റീവ് ആദ്യം എഴുതി. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഹാസിന് ശേഷം ഒരു നോട്ട് കൊടുക്കുക. ഹാസിന്റെ. ഷീ ഹാസ് കുക്ക്ഡ് ഫുഡ്. അതിന്റെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ പറഞ്ഞാൽ ആദ്യം ഇൻട്രോഗേറ്റീവ് എഴുതുക. ഹാസ് ഷീ കുക്ക്ഡ് ഫുഡ്. ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കുക. ഹാസിന്റെ ഷീ കുക്ക്ഡ് ഫുഡ്. ദ ബ്രദേഴ്സ് ഹാവ് ത്രോൺ എ ബോൾ. അതിന്റെ ഇൻട്രോഗേറ്റീവ് നമ്മൾ ആദ്യം എഴുതുക. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ പറഞ്ഞാൽ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുക്കുക. ഹാവിന്റ് ദ ബ്രദേഴ്സ് ത്രോൺ എ ബോൾ. സോ ഇങ്ങനെ ഈസി ആയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് എഴുതാൻ പറ്റും, ഇൻട്രോഗേറ്റീവ് എഴുതാൻ പറ്റും, ഫൈനലി നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് എഴുതിയത്? ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർത്ത്. ഇൻട്രോഗേറ്റീവ് എഴുതി എങ്ങനെയാണ്? ആദ്യം ഓക്സിലറി വെർബ് എഴുതി, ബാക്കിയെല്ലാം അതേപോലെ എഴുതി. ദെൻ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എങ്ങനെയാണ് എഴുതിയത്? സെന്റൻസിനെ ഇൻട്രോഗേറ്റീവ് ആയിട്ട് മാറ്റി. ദെൻ ഇൻട്രോഗേറ്റീവിൽ ആദ്യമായിരുന്നു ഓക്സിലറി വെർബ്. ആ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർത്ത് നമ്മൾ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവും എഴുതി. ഇനി രണ്ട് ചെറിയ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പ്രസന്റ് സിമ്പിളിന് 7 ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടായി. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് 3 എണ്ണം ഉണ്ടായി. ഇതിന് ജസ്റ്റ് 2 ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. അത് കൂടെ നമ്മൾ നോക്കുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയി ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ടു ഡിനോട്ട് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ കംപ്ലീറ്റഡ്. അതായത്
ഇപ്പൊ നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ഏറ്റവും സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. To denote an action that has just been completed. ഒരു പ്രവൃത്തിയെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നടന്നു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഉദാഹരണം പറഞ്ഞാൽ ആ സെന്റൻസിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള കോഡുണ്ട്. ജസ്റ്റ് എന്ന വാക്കോ ജസ്റ്റ് നൗ എന്ന വാക്കോ അതിനകത്ത് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അതായത് ജസ്റ്റ് ഇപ്പൊ നടന്നു കഴിഞ്ഞ പ്രവൃത്തി, ആ പ്രവൃത്തി എന്താണ്? നടന്നു കഴിഞ്ഞ പ്രവൃത്തിയാണ്. അതായത് സംഭവിച്ചു കഴിഞ്ഞ പ്രവൃത്തിയാണ്. ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞ പ്രവൃത്തിയാണ്. ജസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞ പ്രവൃത്തിയാണ്. അത് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഉദാഹരണം പറഞ്ഞാൽ ഐ ഹാവ് ബ്രോക്കൺ എ പ്ലേറ്റ് ജസ്റ്റ് നൗ. ഈ പ്രവൃത്തി എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ പ്രവൃത്തി നടന്നു കഴിഞ്ഞതാണ്, അതായത് സംഭവിച്ചു കഴിഞ്ഞതാണ്. ജസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞതാണ്, ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതാണ്. അങ്ങനത്തെ ആക്ഷൻസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് ജസ്റ്റ് നൗ, ജസ്റ്റ് എന്ന വാക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ നടന്നു കഴിഞ്ഞ പ്രവൃത്തിയെ സൂചിപ്പിക്കാം. Then final one, last one. To replace present perfect continuous tense. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ റീപ്ലേസ് ചെയ്യാൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസിന് ഉപയോഗിക്കും. അത് എപ്പോഴാണ്? ചില വേർഡ്സിന് ING ഫോം ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഹിയർ, നോട്ടീസ്, വാണ്ട്, ഹിയർ, നോട്ടീസ്, വാണ്ട്, വിഷ് തുടങ്ങിയ വേർഡ്സിനൊന്നും എന്തില്ല? ING ഫോം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാനും പറ്റത്തില്ല. കാരണം എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് ആ വെർബിന്റെ ING ഫോം വേണം. എന്നാൽ മാത്രമേ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ വെർബ് നമ്മൾ ഉപയോഗിക്കേണ്ടതായും വരും. അത്തരത്തിലുള്ള കേസിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? പ്രസന്റ് സിമ്പിൾ ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ ഹി ഹിയേഴ്സ് എ സൗണ്ട് നൗ. നൗ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. പക്ഷെ ഹിയർ എന്ന വെർബിന് എന്തില്ല? ING ഫോം ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? അതിനെ മാറ്റി പ്രസന്റ് സിമ്പിളിലോട്ട് മാറ്റി. ഹി ഹിയേഴ്സ് എ സൗണ്ട് നൗ എന്ന് മാറ്റി. അതേപോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസ് ആണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അവിടെയും നമ്മൾ ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കും. ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കും. അവിടെയും ഈ സെയിം പ്രശ്നം വരും. ഇത്തരത്തിലുള്ള വെർബുകൾക്ക് എന്തില്ല? ING ഫോം ഇല്ല. സോ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള കേസിൽ അവിടെയും നമ്മൾ ചില ആപ്ലിക്കേഷൻസ് പഠിക്കും. ആ ആപ്ലിക്കേഷൻസിൽ ആ വെർബുകൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഇതേപോലെ തന്നെ ചില വെർബിന്റെ ING ഫോം നമ്മൾ എഴുതേണ്ടി വരും. പക്ഷെ നമുക്ക് അതിൽ എഴുതാനായിട്ട് സാധിക്കത്തില്ല. അത്തരത്തിലുള്ള കേസിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് എന്തിലോട്ട് മാറ്റും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറ്റും. എങ്ങനെ? നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആക്കിയതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറ്റും. അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. സോ ഈസി ആയിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ടു ഡിനോട്ട് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ കംപ്ലീറ്റഡ്. ഇപ്പൊ നടന്നു കഴിഞ്ഞ, ഇപ്പോ സംഭവിച്ചു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. ജസ്റ്റ് നൗ എന്നീ വേർഡ്സ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ റിപ്ലേസ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കും. എന്നാൽ ചില വെർബിന് ING ഫോം ഇല്ല. അത്തരത്തിലുള്ള കേസിൽ ആ വെർബിനെ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് എഴുതുക. ഓക്കെ, സോ ഇത്രയുമാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയിട്ട് നമുക്ക് അറിയാനുള്ളത്. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്? അതിന്റെ ബേസിക് സ്ട്രക്ചർ പറഞ്ഞു, സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു, അതിന്റെ നെഗേഷൻ പറഞ്ഞു, ഇൻട്രോഗേറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് പറഞ്ഞു, ഫൈനലി അതിന്റെ ആപ്ലിക്കേഷൻസും പറഞ്ഞു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു പുതിയ ആശയം കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ബി എന്ന വേർഡിന്റെ ചില കൗതുകമായിട്ടുള്ള വിശേഷങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.